നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ US-ഉം അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ഇറാനിൽ ഇപ്പോൾ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. അൽ ജസീറയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാനിലെ പല നഗരങ്ങളിലും ഇപ്പോൾ വ്യോമാക്രമണം അത് നടന്നിരിക്കുകയാണ്. ഇതിന് മറുപടിയായിട്ട് ഇറാൻ ഇപ്പോൾ ഇസ്രയേലിലേക്കും അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ ബേസുകളിലേക്കും ഇപ്പോൾ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തുടക്കം അതായത് ഫെബ്രുവരി 28, അതായത് ഇന്നലെ രാവിലെ 9:27 ഇറാനിലെ വാർത്താ ഏജൻസി ഇറാനിൽ സ്ഫോടനങ്ങൾ നടന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അല്പസമയത്തിന് ശേഷം ഇറാൻ ഔദ്യോഗികമായിട്ട് ഈ വാർത്ത സ്ഥിരീകരിക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് അമേരിക്കൻ പ്രതിരോധ വകുപ്പിൻ്റെ സ്ഥിരീകരണം വരുന്നത്. ഇസ്രയേലും അമേരിക്കയും ഈ ഒരു സംയുക്തമായിട്ടുള്ള ഈ ഒരു നീക്കത്തിന് പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്നാണ്. ആക്രമണം നടന്നതായി പറയപ്പെടുന്ന, അതായത് ഇറാനിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ആക്രമണം നടന്നു എന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ആ ഒരു പ്രദേശങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ടെഹ്റാനിലെ റവല്യൂഷണറി ഗാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിന് സമീപമുള്ള പ്രദേശങ്ങളിലും സ്ഫോടനങ്ങൾ നടന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാൻ ശക്തമായ മറുപടിയാണ് നൽകുന്നത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ ഇറാൻ വടക്കൻ ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയക്കുന്നു. പിന്നീട് ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ ബേസുകൾക്ക് നേരെ, അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു. ഇറാൻ ലക്ഷ്യമിട്ട അമേരിക്കൻ താവളങ്ങളുടെ ഡീറ്റെയിൽസും ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. റിയാദിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് വളരെ വലിയൊരു സൂചനയാണ് എന്ന് തന്നെയാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇറാൻ അമേരിക്കയെ നേരിട്ട് ലക്ഷ്യമിടുകയാണിപ്പോൾ. അതായത് ഇനി പ്രോക്സികളെ ഉപയോഗിച്ചിട്ടല്ല, നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാന്റെ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള അലി ഖംനായി ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ചും ഒരു വ്യക്തത വന്നിട്ടില്ല. ടെഹ്റാനിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കുള്ള റോഡുകളെല്ലാം അടച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെഷസ്കിയൻ അദ്ദേഹം സുരക്ഷിതനാണ് എന്ന രീതിയിൽ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവനയും വരുന്നുണ്ട്. ഇത്തരമൊരു പ്രവൃത്തിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് മേജർ കോമ്പാക്ട് ഓപ്പറേഷൻ എന്നാണ്. ട്രംപ് ഇതിനോട് ചേർന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവനയിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇറാൻ ഒരു ആണവായുധ രാഷ്ട്രമാകുന്നത് തടയുമെന്നും ഇറാനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളെ ലക്ഷ്യമിടുമെന്നുമാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഈ ഒരു സമയത്ത് ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ള വ്യോമഗതാഗതം അത് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അൽ ജസീറയുടെ തന്നെ മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ തന്നെ സ്കൂളുകളെ ലക്ഷ്യമിട്ടു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് ഇറാനിലെ തന്നെ ന്യൂസ് ഏജൻസികളാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം, അൽ ജസീറയുടെ തന്നെ ഈ റിപ്പോർട്ട് പ്രകാരം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 50-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയും ഇസ്രയേലും പറയുന്നത് സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം അവരുടെ അവകാശവാദങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്.